നാളെ കൊടിയേറും. പാറമേക്കാവിലും തിരുവമ്പാടിയിലും പൂരപങ്കാളികളായ 8 ഘടക ക്ഷേത്രങ്ങളിലും നാളെ കൊടിയേറും. കൊടിയേറ്റം TCBയിൽ തത്സമയം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒല്ലൂർ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലിയക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചുവെങ്കിലും ഫാസ്ടാഗ് വഴി തുക ഈടാക്കുന്നത് തുടരുന്നു. കമ്പനിയുടെ ഓഫീസ് താഴിട്ട് പൂട്ടിയ ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ പരക്കെ നാശനഷ്ടം. ചിറ്റണ്ട പൂങ്ങോട് പ്രദേശങ്ങളിൽ വീടിന് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. ഇടിമിന്നലിൽ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ പാതയോരത്തെ ട്രാൻസ്ഫോമറിന് തീപിടിച്ചു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പൂരങ്ങളുടെ പൂരത്തിന് നാളെ കൊടിയേറ്റം. പാറമേക്കാവിലും തിരുവമ്പാടിയിലും പൂരപങ്കാളികളായ 8 ഘടക ക്ഷേത്രങ്ങളും നാളെ കൊടിയേറും. രാവിലെ 11-നും 11:30-നും ഇടയിലാണ് തിരുവമ്പാടി ക്ഷേത്രത്തിലെ കൊടിയേറ്റം. 12:30-ന് പാറമേക്കാവിൽ കൊടിയേറും. പാറമേക്കാവിലെ കൊടിയേറ്റം കഴിഞ്ഞാൽ പാറമേക്കാവ് ഭഗവതി ആറാട്ടിനായി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റം TCB തത്സമയം സംപ്രേഷണം ചെയ്യും. കൊടിയേറ്റത്തിന് ശേഷം തിരുവമ്പാടി ഭഗവതി ഉച്ചതിരിഞ്ഞ് നടുവിൽ മഠത്തിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളും. പൂരപങ്കാളികളായി ലാലൂരും അയ്യന്തോൾ, ചെമ്പുകാവ്, പൂക്കാട്ടിക്കര, കാരമുക്ക്, ചൂരക്കോട്ടുകാവ്, നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രങ്ങളും കണിമംഗലം പരമുക്കമ്പിള്ളി ശാസ്താക്ഷേത്രങ്ങളും നാളെ കൊടിയേറും. മെയ് 6, 7 തീയതികളാണ് പൂരം. തിരുവമ്പാടി ക്ഷേത്രത്തിലെ പൂരം കൊടിയേറ്റത്തിനുള്ള കൊടിമരം ഒരുക്കങ്ങൾ തുടങ്ങി. തട്ടക തറവാടായ ചിറ്റിലങ്ങാട് മോഹനന്റെ പറമ്പിലെ കവുങ്ങാണ് തിരുവമ്പാടിയുടെ പൂരം കൊടിയേറ്റത്തിനായി മുറിച്ചത്. പതിറ്റാണ്ടുകളായി ഇതേ തറവാട്ടിൽ നിന്നാണ് കൊടിമരത്തിനുള്ള കവുങ്ങ് കണ്ടെത്തി മുറിച്ചെടുക്കുന്നത്. പാരമ്പര്യ തനിമ വിളിച്ചോതുന്ന ചടങ്ങുകളോടെയാണ് കൊടിമരത്തിനുള്ള കവുങ്ങ് മുറിച്ചത്. ലക്ഷണമൊത്ത കവുങ്ങ് കണ്ടെത്തി പൂജിച്ച് തറവാട്ടംഗത്തോട് അനുവാദവും ചോദിച്ചു വാങ്ങിയ ശേഷമാണ് കവുങ്ങ് മുറിക്കുന്നത്. മുറിക്കുന്ന കവുങ്ങ് നിലം തൊടാതെ സുരക്ഷിതമായി താങ്ങി പിന്നീട് തട്ടകക്കാർ ചേർന്ന് സ്വീകരിച്ചാനയിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ച് ഒരുക്കും. മുറിക്കുന്ന കവുങ്ങിന് പകരം 5 കവുങ്ങിൻ തൈകളും പറമ്പിൽ നട്ടുപിടിപ്പിച്ചു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ TA സുന്ദർ മേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി T ശശിധരൻ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രശാന്ത് മേനോൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒല്ലൂർ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശ്രീകേഷ് വെള്ളാനിക്കര വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകേഷ്, നിലവിൽ മാർച്ച് അവസാനിച്ചോ? എന്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്? സമാധാനപരമായിരുന്നു? യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒല്ലൂർ MLA ആയ, അതായത് റവന്യൂ മന്ത്രി K രാജന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചതും തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചതും. വെക്കേഷൻ കാലമായിട്ടും പീച്ചി ഡാമിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചും 9 വർഷമായിട്ടും സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു വെക്കാത്തതിനെതിരെയും അതുപോലെ തന്നെ പീച്ചി ബനാന പാർക്ക് യാഥാർത്ഥ്യമാക്കുക, ഉല്ലൂരിലെ മലയോര പ്രദേശത്തെ വന്യജീവി ആക്രമണങ്ങളിൽ ഉടൻ പരിഹാരം കാണുക, മലയോര ഹൈവേ പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് മണ്ണുത്തിയിൽ സംഘടിപ്പിച്ചത്. ആദ്യം സമാധാനപരമായിരുന്നു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അതിന് ശേഷമായിരുന്നു പിന്നീട് സംഘർഷത്തിലേക്കും ജലപീരങ്കി പ്രയോഗിക്കുന്നതിലേക്കും കടന്നത്. ഈ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പോലീസിന് നേരെ ചെരുപ്പെറിയുകയും അതുപോലെ തന്നെ കൊടിയും വലിച്ചെറിയുകയും എല്ലാം ചെയ്തു. എന്തായാലും ഇപ്പോൾ മാർച്ച് അവസാനിച്ചിരിക്കുകയാണ്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
ശരി, ശ്രീകേഷ് വിശദാംശങ്ങൾ നൽകിയതിന്. യൂത്ത് കോൺഗ്രസ് ഉള്ളൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒല്ലൂർ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒല്ലൂർ MLA ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. തുടക്കത്തിൽ സമാധാനപരമായിരുന്നുവെങ്കിലും പിന്നീട് സംഘർഷത്തിലേക്ക് കടക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പാലേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചുവെങ്കിലും ഫാസ്ടാഗ് വഴി തുക ഈടാക്കുന്നത് തുടരുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്നലെ രാത്രിയാണ് പാലേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് നിർത്തിവെച്ച് കളക്ടർ ഉത്തരവിട്ടത്. ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാത്തതിനെ തുടർന്നാണ് ടോൾ പിരിവ് നിർത്താൻ കളക്ടർ ഉത്തരവിട്ടത്. സുഗമമായ ഗതാഗത സൌകര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം ടോൾ പിരിക്കാമെന്നാണ് കളക്ടറുടെ നിലപാട്. ഉത്തരവിട്ടതിനു ശേഷം ഇന്നലെ രാത്രി തന്നെ ടോൾ പിരിവ് നിർത്തിവെച്ചിരുന്നു. ഇതേസമയം ഫാസ്ടാഗ് വഴി തുക ഈടാക്കുന്നത് തുടരുകയാണ്. ഇത് നിർത്തിവെക്കാൻ റവന്യൂ അധികൃതർക്കോ പോലീസിനോ സാധിച്ചിട്ടില്ല. ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ ടോൾ പിരിവ് നിർത്തിവെച്ചിട്ടും ഫാസ്ടാഗിലൂടെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ടോൾ പ്ലാസയിൽ പ്രതിഷേധവുമായെത്തിയ പ്രവർത്തകർ കമ്പനിയുടെ ഓഫീസ് താഴിട്ട് പൂട്ടിയ ശേഷം കുത്തിയിരിപ്പ് സമരം നടത്തി. ടോൾ ബൂത്തുകളിൽ വെച്ചിരുന്ന വീപ്പുകൾ പ്രവർത്തകർ വലിച്ചെറിഞ്ഞു. ഓഫീസ് ഉപരോധിച്ച് കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് വൈശാഖ് ഐത്താടൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ശക്തമായ കാറ്റിലും മഴയിലും ചിറ്റണ്ട പൂങ്ങോട് പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. റോഡിലേക്ക് മരങ്ങൾ മറിഞ്ഞു വീണും മരങ്ങൾ വീടിന് മുകളിലേക്ക് കടപുഴകി വീണുമാണ് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ചിറ്റണ്ട തലശ്ശേരി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തേക്ക് മരം കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചിറ്റണ്ട വടക്കേക്കര പ്രകാശിന്റെ വീടിന് മുകളിലേക്ക് മാവിന്റെ കൊമ്പൊടിഞ്ഞു വീണ് വീടിന്റെ ഒരു വശം തകർന്നു. ചിറ്റണ്ട പാക്കത്ത് സിന്ധുവിന്റെ പറമ്പിലെ മരം കടപുഴകി വീണു. ശക്തമായ ഇടിമിന്നലിൽ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ പാതയോരത്തെ ട്രാൻസ്ഫോമറിന് തീപിടിച്ചു. വടക്കാഞ്ചേരി റോഡിലെ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിന് മുന്നിലുള്ള ട്രാൻസ്ഫോമറിനാണ് തീപിടിച്ചത്. തീപിടുത്തത്തിൽ ഭാഗികമായി ട്രാൻസ്ഫോമർ കത്തിനശിക്കുകയും മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറാകുകയും ചെയ്തു. കുന്നംകുളത്തു നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. അവശ്യ സാധന വില കയറ്റത്തിന് അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. AKCA ജില്ലാ പ്രസിഡന്റ് PM ഷമീർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KK കബീർ, ജില്ലാ ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണി, അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു. ധർണയ്ക്ക് ശേഷം ഭാരവാഹികൾ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിവേദനം സമർപ്പിച്ചു. കോൺഗ്രസ് എസ് സംസ്ഥാന പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് CR വത്സൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി CD ജോസ്, നേതാക്കളായ ശിഹാബുദ്ദീൻ, സന്തോഷ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം കാണാതായ 3 വിദ്യാർത്ഥികളെ കോയമ്പത്തൂർ ഉക്കടം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്ന് കണ്ടെത്തി. SSLC പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന ദേശമംഗലം സ്വദേശിനിയായ പെൺകുട്ടിയെയും സഹപാഠികളായ ഷൊർണൂർ ഒറ്റപ്പാലം സ്വദേശികളായ 2 പെൺകുട്ടികളെയുമാണ് കാണാതായത്. ചെറുതുരുത്തി പോലീസും ഷൊർണൂർ പോലീസിന്റെയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കോയമ്പത്തൂർ ഉക്കടം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 3 വിദ്യാർത്ഥികളെ ഇന്നലെ രാത്രി കണ്ടെത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കുട്ടികളെ ബന്ധുക്കൾക്കൊപ്പം പറഞ്ഞയച്ചു.
ഗുരുവായൂരിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. ബ്രഹ്മകുളം സ്വദേശി ബ്രഹ്മകുളത്ത് സുനിത, മകൾ ശ്രീലക്ഷ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. തൈക്കാട് മില്ലുംപടിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അപകടം. പരിക്കേറ്റവരെ മുതുവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചിറ്റാട്ടുകര പുലിക്കോട്ടിൽ ജോസ് മകൻ 43 വയസ്സുള്ള രാജ ജോസാണ് മരിച്ചത്. പനിയെ തുടർന്ന് ഈ മാസം 19-നാണ് രാജ ജോസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ വിശ്രമസ്ഥലം സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. മേത്തല കുന്നംകുളം സെന്ററിലുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പോലീസിൽ പരാതി നൽകി. ഓട്ടോ ലാൻഡ് ഡ്രൈവേഴ്സ് വിശ്രമിക്കുന്ന നല്ല ചൂട് സമയമാണ്. ഇപ്പോൾ ഞങ്ങൾ ഡ്രൈവർമാർ ഒന്ന് വിശ്രമിക്കുന്ന വിശ്രമ കേന്ദ്രം. ഇന്നലെ രാത്രി ഏതോ സാമൂഹ്യ ദ്രോഹികൾ ഇരിപ്പിടം ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വലിച്ചെറിയുന്നുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മദ്യത്തിൻ്റെയും ലഹരി വിൽപ്പനയുടെയൊക്കെ ഒരു കേന്ദ്രമായി മാറിയിട്ടുണ്ട്. വെങ്കിടങ്ങ് ഏനാമാവ് കുപ്പിക്കഴുത്ത് അടിയന്തര നടപടികളിലൂടെ പൊളിച്ചു നീക്കണമെന്ന് സിപിഐ വെങ്കിടങ്ങ് ലോക്കൽ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി പ്രദീപ് കുമാർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൌൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ കെ സുബ്രഹ്മണ്യൻ, മണലൂർ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ്, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം ആർ മോഹനൻ, ഷാജി കാക്കശ്ശേരി, സണ്ണി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വകാര്യ ബസ്സുകൾ രാത്രി സർവീസുകൾ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നതിനെതിരെ നടപടിയെടുക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വലിയ അളവിലുണ്ട് എന്ന അഹങ്കാരമൊന്നും നമുക്കില്ല. എന്നാൽ പറവട്ടാനി മാറാത്തായ് സ്ലീഹ പള്ളിയുടെ എസ്റ്റേറ്റിലെ റബ്ബർ മരങ്ങൾ മോഷ്ടിച്ചവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച കൂട്ടധർണ നടത്തി. 54 റബ്ബർ മരങ്ങൾ മോഷ്ടിച്ചിട്ട് 20 മാസം കഴിഞ്ഞിട്ടും കള്ളന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച ഇടവക വിശ്വാസികളും വൈദികരും ഭക്ത സംഘടനാ ഭാരവാഹികളും ഉപവാസ ധർണയിൽ പങ്കാളികളായി. വികാരി റൂണോ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി തിമോത്തിയോസ് ജോയ്, സെക്രട്ടറി ആന്റോണി ഒല്ലൂക്കാരൻ, മഹിളാ സമാജം പ്രതിനിധി ഹണി ലാസർ, ഷിൻസി നിയോ എന്നിവർ സംസാരിച്ചു. തൃശൂർ പൂരത്തിൽ ഘടകപൂരങ്ങൾക്കും പ്രധാന സ്ഥാനം തന്നെയാണ് നൽകുന്നത്. ശക്തന്റെ തട്ടകത്തെ പൂരാവേശത്തിലാക്കാൻ താള മേളക്കൊഴുപ്പിൽ എഴുന്നള്ളുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്താണ് ഇന്നത്തെ പൂരവിശേഷത്തിൽ. തൃശൂർ പൂരത്തിന്റെ പഴയകാല ഓർമ്മകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് ഓരോ പൂരപ്രേമികളുടെ മനസ്സിലേക്കും ഓടിയെത്തും. പാണ്ടിമേളത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ നാദതാള വർണ്ണവിസ്മയം തീർത്ത് പൂരനഗരിയെ കീഴടക്കാനെത്തുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് ഓരോ ആസ്വാദകനും മറക്കാനാകാത്ത അനുഭവം തന്നെയാണ്. പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഘടകപൂരങ്ങളാണ് തൃശൂർ പൂരത്തിലെ താരങ്ങൾ. കണിമംഗലം, പനമുക്കുംപള്ളി എന്നീ ശാസ്താക്ഷേത്രങ്ങളും ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, ചൂരക്കോട്ടുകാവ്, അയ്യന്തോൾ, നൈതലക്കാവ് എന്നീ ദേവീക്ഷേത്രങ്ങളുമാണ് പൂരത്തിലെ മറ്റ് പങ്കാളികൾ. ശക്തൻ തമ്പുരാൻ തൃശൂർ പൂരം ചിട്ടപ്പെടുത്തിയ കാലം മുതൽ തന്നെ ഈ ഘടകപൂരങ്ങൾക്കും പൂരത്തിൽ പ്രധാന സ്ഥാനങ്ങൾ നൽകുന്നുണ്ട്. പൂരങ്ങളുടെ പൂരത്തിന് കൊഴുപ്പേകാൻ ഘടകപൂരങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. പൂരത്തിന് തുടക്കം കുറിക്കുന്നതും ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്തോടെയാണ്. പാറമേക്കാവിന്റെ പ്രസിദ്ധമായ ഇലഞ്ഞിത്തറമേളത്തിനും തിരുവമ്പാടിയുടെ മടത്തിൽ വരവിനും മുമ്പേ രാവിലെ നാടുണർത്തിവരുന്ന ഘടകപൂരങ്ങൾ തേക്കിൻകാടും ശക്തന്റെ തട്ടകവും കീഴടക്കും. അപ്പോൾ തൃശൂർ നഗരത്തിന്റെ മുക്കിലും മൂലയിലും വരെ പൂരാവേശം വാനോളമുയരും. 3 ആനകൾ മുതൽ 14 ആനകളുടെ വരെ അകമ്പടിയോടെ ആസ്വാദക ഹൃദയങ്ങളിൽ മതിവര പൂരക്കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഘടകപൂരങ്ങൾ ഇത്തവണയും പൂരനഗരിയിലെത്തുക. പാണ്ടിമേളത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും താളമേള പെരുക്കങ്ങൾക്കൊപ്പം ഗജവീരപ്പെരുമയിൽ എഴുന്നള്ളിയെത്തുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് തിരുവമ്പാടിയുടെ മടത്തിൽ വരവിനോടും പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളത്തോടും കിടപിടിക്കാവുന്നതാണ്. ദേശക്കൂട്ടായ്മയോടും താളമേളങ്ങളോടും കൂടി രാവിലെയും വൈകിട്ടും വടക്കുന്നാഥനെ വണങ്ങാനെത്തുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് എക്കാലത്തും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന സുന്ദരാനുഭൂതി തന്നെയാണ്. പൂരങ്ങളുടെ പൂരത്തിനായി തൃശൂർ പൂരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ശ്രീ വടക്കുന്നാഥ ക്ഷേത്രവും പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളും മറ്റ് 8 ഘടകക്ഷേത്രങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. കാത്തിരിക്കാം ആ മഹാപൂരത്തിനായി. ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്.
പൂരങ്ങളുടെ പൂരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തൃശൂർ പൂരത്തിന് 10 ക്ഷേത്രങ്ങളാണ് പങ്കാളിത്തം വഹിക്കുന്നതെങ്കിലും നെടുനായകത്വം വഹിക്കുന്നത് തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളാണ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവിമാരുടെ എഴുന്നള്ളത്തും കൂടിക്കാഴ്ചയും ഉപചാരം ചൊല്ലലുമൊക്കെയാണ് തൃശൂർ പൂരത്തിലെ പ്രധാന ആകർഷണം. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടാണ് പൂരച്ചടങ്ങുകളിൽ ഓരോന്നും അരങ്ങേറുന്നത്. പ്രധാന ചടങ്ങുകളായ മഠത്തിൽ വരവ്, ഇലഞ്ഞിത്തറ മേളം, കുടമാറ്റം, വെടിക്കെട്ട് തുടങ്ങിയവയെല്ലാം ഈ ഇരു ക്ഷേത്രങ്ങൾ തനിച്ചും ഒരുമിച്ചുമായി നടത്തുന്ന ചടങ്ങുകളാണ്. കുടമാറ്റവും വെടിക്കെട്ടും ഉപചാരം ചൊല്ലലും ഇരുവിഭാഗങ്ങൾക്കും തുല്യ പങ്കാളിത്തമുള്ള ചടങ്ങുകൾ എന്ന നിലയ്ക്കും തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ്, പാറമേക്കാവിൻ്റെ പൂരം എഴുന്നള്ളിപ്പ് എന്നിവ അതാത് ക്ഷേത്രങ്ങൾ മാത്രം പങ്കെടുക്കുന്ന എഴുന്നള്ളിപ്പുകൾ എന്ന നിലയ്ക്കും ശ്രദ്ധേയമാണ്. ആനച്ചന്തവും മേളവും സമന്വയിക്കുന്നതും ആവേശം വാനോളം ഉയർത്തുന്നതുമായ അതിമനോഹരമായ ദൃശ്യശ്രാവ്യ മുഹൂർത്തങ്ങളാണ് തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും എഴുന്നള്ളിപ്പുകളും തുടർന്നുള്ള വെടിക്കെട്ടും പൂരപ്രേമികൾക്ക് സമ്മാനിക്കാറുള്ളത്. ലഹരി മാഫിയയെ തുരത്തുന്നതിനായി പെരുമ്പിലാവ് സെന്ററിൽ ആയോധന കലാപ്രദർശനം നടത്തി. മെയ് 4-ന് 5000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് CPM കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്ന ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം നടത്തിയ ആയോധന കലാപ്രദർശനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. നോർത്ത് ലോക്കൽ സെക്രട്ടറി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. മുരളീധരൻ, ജയൻ, മോഹനൻ, രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ കാര്യത്തിലും മികച്ചതാണ് എന്ന കേരള കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോടാലി യൂണിറ്റ് സംഘടിപ്പിച്ച പ്രകൃതി പഠനയാത്ര കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. കോടാലിയിൽ നടന്ന കളിയരങ്ങ് ബാലവേദി ക്യാമ്പിന്റെ ഭാഗമായിരുന്നു പഠനയാത്ര. ഇന്ദ്രജിത്ത് കാര്യാട്ട്, KK അനീഷ് കുമാർ, IR ബാലകൃഷ്ണൻ എന്നിവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ എറിയാട് ശിശു വിദ്യാപോഷിണി LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ സമാപനവും സ്മരണിക പ്രകാശനവും സർക്കാർ വിദ്യാലയ പ്രഖ്യാപനവും നടന്നു. മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശീന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന വേദിയാണ്. ഈ വേദിയെ മഹത്തരമാക്കുന്നത് 101 വർഷങ്ങൾ ഇവിടെ പ്രവർത്തിച്ച ഈ വിദ്യാലയത്തെ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഈ ചടങ്ങിന്റെ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നടത്തുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചരണാർത്ഥം വെൽഫെയർ പാർട്ടി കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ സാഹോദര്യ പദയാത്ര നടത്തി. പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KK ഷാജഹാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് KS നവാസ്, റഫീഖ് ആദിക്കോട്, അബ്ദുൾ റഹീം, PV ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ കൈകാര്യം ചെയ്യേണ്ടതില്ല. പിന്നെ എപ്പോഴാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇവിടുത്തെ CPM സഖാക്കളോട് ഞങ്ങൾ ചോദിക്കുന്നു, രാജ്യത്ത് പ്രധാനപ്പെട്ട ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിന്റെ കുമരനെല്ലൂർ ശ്രീ കറുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ വൈശാഖ മാസാരംഭ ദിനത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തിരിതെളിഞ്ഞു. ഭാഗവതാചാര്യൻ വാസുദേവൻ വാളിയേരിയും സഹയജ്ഞാചാര്യ സനില വാസുദേവനെയും ആചാര്യവരണം നടത്തി. ക്ഷേത്രം മേൽശാന്തി അനൂപ് കുട്ടഞ്ചേരി, V. ശ്രീധരൻ, K. കൃഷ്ണകുമാർ, P. ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂരിൽ കോൺഗ്രസ് മണ്ഡലം തല മഹാത്മാഗാന്ധി കുടുംബസംഗമം ചേറ്റുവ 2-ാം വാർഡിൽ KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ലത്തീഫ് കെട്ടുമൽ അധ്യക്ഷത വഹിച്ചു. DCC അംഗം ഇർഷാദ് K. ചേറ്റുവ, ഉണ്ണികൃഷ്ണൻ കാര്യാട്ട്, നൌഷാദ് കൊട്ടിലിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. CPM മറ്റത്തൂർ ലോക്കൽ സമ്മേളനം കോടാലിയിൽ നടന്നു. പൊതുസമ്മേളനം മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ, സെക്രട്ടേറിയറ്റ് അംഗം PM നിക്സൺ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 41-ലെ കുടുംബശ്രീ ADS വാർഷികം മുതിർന്ന കുടുംബശ്രീ പ്രവർത്തക പാറു അമ്മ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ K. അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ K. ഗോപാലകൃഷ്ണൻ, KN പ്രകാശൻ, രമണി പ്രേമദാസൻ തുടങ്ങിയവർ സംസാരിച്ചു.
ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ 318 ക്ലോത്ത് ബാങ്ക് പ്രൊജക്ട് പ്രകാരം ലയൺസ് ക്ലബ് ഓഫ് തൃശൂർ, ലയൺസ് ക്ലബ് ഓഫ് കാട്ടൂർ എന്നിവിടങ്ങളിൽ നിന്നും സ്വീകരിച്ച വസ്ത്രങ്ങൾ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ പീതാംബരൻ രാരമ്പത്ത് കൈമാറി. ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ മിക്കി ജെ നടക്കലാൻ ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി ലയൺസ് ക്ലബ് എക്സിക്യൂട്ടീവ് മെമ്പർ KR മോഹനൻ, പോൾ ചെറുക്കേക്കാരൻ, ബിജു ജോൺ, മിനി പോൾ എന്നിവർ നേതൃത്വം നൽകി. ഭാരതപ്പുഴ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മഹാഗണപതി ക്ഷേത്രത്തിലെ 3 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ഇന്ന് വൈകിട്ട് തുടക്കമാകും. കല്ലൂർ നാരായണൻ നമ്പൂതിരിപ്പാട്, നെടുമ്പുര മേക്കാട്ടുമന വാസുദേവൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ കാർമ്മികരാകുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മൂസദ, സെക്രട്ടറി K മാധവൻകുട്ടി തൈപ്പറ, ട്രഷറർ ശ്രീനിവാസൻ, മറ്റ് ഭാരവാഹികൾ പറഞ്ഞു. വാണിജ്യം. നല്ല കാഴ്ചകളുടെ പുതിയ ലോകത്തേക്ക് വാതായനങ്ങൾ തുറന്നുകൊണ്ട് തൃശൂരിലെ ഏറ്റവും വലിയ കണ്ണട ഷോറൂമുമായി കണ്ണട വിപണന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് തൃശൂർ പാട്ടൂരാക്കലിൽ പ്രവർത്തനമാരംഭിച്ചു. പാട്ടൂരായ്ക്കൽ എമിറേറ്റ്സ് ടവറിൽ പ്രവർത്തനമാരംഭിച്ച ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ കേരളത്തിലെ 14ാമത്തെയും തൃശൂരിൽ ആദ്യത്തെയുമായ ഷോറൂമിന്റെ ആശീർവാദ കർമ്മം ദേവമാതാ CMI ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഷാജു എടമനയും ഉദ്ഘാടനം കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമനും നിർവഹിച്ചു. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സജീവ് മഞ്ഞിലയിൽ നിന്ന് എമിറേറ്റ്സ് ടവർ ഉടമ ജിനി ശ്രീജിത്ത് ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ, ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് MD ടോണി ഇടിമണ്ണിക്കൽ, ഡയറക്ടർ സണ്ണി ഇടിമണ്ണിക്കൽ, കാൾ സൈസ് ഇന്ത്യ ഹെഡ് വികാസ് തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാംഗങ്ങൾ, കസ്റ്റമേഴ്സ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. സ്റ്റൈലും ക്വാളിറ്റിയും ഒത്തുചേരുന്ന 100-ലധികം ബ്രാൻഡുകളും കൃത്യമായ നേത്രപരിശോധനയ്ക്കുള്ള അത്യാധുനിക AI സാങ്കേതിക വിദ്യയും ഈ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. മുഖത്തിന്റെയും കണ്ണിന്റെയും ആകൃതിയും വലിപ്പവും കണ്ണുകൾക്കിടയിലെ ദൂരവും അളന്ന് ഒരു വിർച്വൽ 3D മോഡൽ ഉണ്ടാക്കിയതിനു ശേഷം അനുയോജ്യമായ കണ്ണടകളും ലെൻസുകളും തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന അത്യാധുനിക ജർമ്മൻ AI സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സൈസ് വിസുഫിറ്റ് 1000 ഇവിടുത്തെ സവിശേഷതയാണ്. എല്ലാ പർച്ചേസുകൾക്കും EMI സൗകര്യവും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 50 ദിവസത്തേക്ക് ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഓഫറും ലഭ്യമാണ്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,333 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. പാറമേക്കാവിലും തിരുവമ്പാടിയിലും പൂര പങ്കാളികളായ 8 ഘടകക്ഷേത്രങ്ങളിലും നാളെ കൊടിയേറും. കൊടിയേറ്റം TCVയിൽ തത്സമയം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒല്ലൂർ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലിയക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചുവെങ്കിലും ഫാസ്ടാഗ് വഴി തുക ഈടാക്കുന്നത് തുടരുന്നു. കമ്പനിയുടെ ഓഫീസ് താഴ്ത്തു കൂട്ടിയ ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിലെ വിവിധയിടങ്ങളിൽ പരക്കെ നാശനഷ്ടം. ചിറ്റണ്ട, പൂങ്ങോട് പ്രദേശങ്ങളിൽ വീടിന് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. ഇടിമിന്നലിൽ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ പാതയോരത്തെ ട്രാൻസ്ഫോമറിന് തീപിടിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.